ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് നമ്മുടെ പാരാബോളിക് ആർക്കിൻ്റെ പ്രോബ്ലംസിലൂടെ നമ്മൾ പോവുകയാണ്. ത്രീ ഹിഞ്ച് പാരാബോളിക് ആർക്ക് ഹിഞ്ച് അറ്റ് ദ സപ്പോർട്ട് ആൻഡ് അറ്റ് ദ ക്രൗൺ ഹാസ് എ സ്പാൻ ഓഫ് 24 മീറ്റർ. അപ്പോൾ സ്പാൻ തന്നിട്ടുണ്ട്, ഇത് പാരാബോളിക് ആർക്കാണ്. A central rise of 4 meter. It carries a concentrated load of 50 kilonewton at 18 meter from the left support and a UDL of 30 kilonewton per meter over the left half. അപ്പം ഇവിടെ യു ഡി എല്ലും ഉണ്ട്, ഒരു കോൺസെൻട്രേറ്റഡ് ലോഡും ഉണ്ട്, സെൻട്രൽ റൈസ് 4 മീറ്റർ, സ്പാൻ 24 മീറ്റർ. ഇനി നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ട എന്തൊക്കെയാണ്? ഡിറ്റർമൈൻഡ് സപ്പോർട്ട് റിയാക്ഷൻസ്, സപ്പോർട്ട് റിയാക്ഷൻ, അപ്പോൾ വി എ വി ബി എച്ച് അതൊക്കെ. പിന്നെ നോർമൽ ത്രസ്റ്റ് എൻ, റേഡിയൽ ഷിയർ ക്യൂ അറ്റ് 6 മീറ്റർ ഫ്രം ദി ലെഫ്റ്റ് സപ്പോർട്ട്. ഓൾസോ ഫൈൻഡ് ദി മൊമെൻറ്റ് അറ്റ് 6 മീറ്റർ ഫ്രം ദി ലെഫ്റ്റ് സപ്പോർട്ട്. അപ്പോൾ നമ്മൾ അവിടെ റേഡിയൽ ഷിയർ, ത്രസ്റ്റ്, പിന്നെ ഒരു മൊമെൻറ്റും കൂടെ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് പാരാബോളിക് ആർക്കിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നേക്കുന്ന എല്ലാം കൂടെ ഒരു ഫിഗറിലോട്ട് അങ്ങോട്ട് വരയ്ക്കും. എന്തൊക്കെയാണ്? വി എ വി ബി അതിൻ്റെ ഇടയിൽ 24 മീറ്റർ ആണ്. 6 മീറ്റർ മാറിയിട്ട് ആ പോയിന്റ് ഡിയിലാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ് നമ്മുടെ എന്നും ക്യൂവും ഒരു മൊമെൻറ്റും. എച്ച് എ എച്ച് ബി ഒക്കെ എഴുതി. സെൻട്രൽ റൈസ് 4 മീറ്റർ, ഒരു 50 കിലോ ന്യൂട്ടൺ ലോഡുണ്ട്, പിന്നെ ഒരു 30 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ എന്ന് പറഞ്ഞാൽ യു ഡി എൽ ഫുള്ള് കൊടുത്തിട്ടുണ്ട് ത്രൂ ഔട്ട് ദി ലെഫ്റ്റ് ഹാഫ് മൊത്തം. അപ്പോൾ 24ൻ്റെ പകുതി 12 മീറ്ററോളം 30 കിലോ ന്യൂട്ടൺ പെർ ലോഡുണ്ട്. ഇത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്, സർക്കുലറിൻ്റെ സെയിം പ്രൊസീജിയർ. സോ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. എവിടെ വി എ വി ബി കണ്ടുപിടിക്കുന്നത്, വി എ പ്ലസ് വി ബി ഈസ് ഈക്വൽ ടു ഈ ടോട്ടൽ ലോഡ്, പിന്നെ മൊമെൻറ്റ് അബൌട്ട് എ എടുക്കുക, മൊമെൻറ്റ് അബൌട്ട് എയോ ബിയോ എടുക്കുക, എന്നിട്ട് വി എയും വി ബിയും സോൾവ് ചെയ്യുക. മൊമെൻറ്റ് അബൌട്ട് സി എടുത്താൽ എച്ച് എയും സോൾവ് ചെയ്യുക. അപ്പോൾ എച്ച് എച്ച് ബി ഒക്കെ സോൾവ് ചെയ്തു, അതുവരെ കഴിഞ്ഞു. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നോർമൽ ത്രസ്റ്റും റേഡിയൽ ഷിയറും ആണ്. അറ്റ് എ ഡിസ്റ്റൻസ് 6 മീറ്റർ ഫ്രം എ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ടോട്ടൽ ലോഡ് ആവും. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ നമ്മൾ ആദ്യം ഇവിടെ ചെയ്യാൻ പോകുന്നത്, നമ്മുടെ ക്വസ്റ്റ്യനിൽ ഈ 6 മീറ്ററിൽ ഈ പെർട്ടിക്കുലർ പോയിന്റിൽ എൻ ക്യൂ പിന്നെ മൊമെൻറ്റും കണ്ടുപിടിക്കണം. മൊമെൻറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഈ ഡിസ്റ്റൻസ് ഒക്കെ അറിയണം. ഈ ഡിസ്റ്റൻസ് ആണ് വൈ എന്ന് പറഞ്ഞാൽ. വൈ പാരബോളയുടെ ഇക്വേഷനിൽ വൈ ഇസ് ഈക്വൽ ടു 4/L² ഇൻറ്റു എച്ച് എക്സ് ബൈ ഇൻറ്റു എൽ മൈനസ് എക്സ്. അപ്പം ഹെച്ചും ഹെച്ച് നമ്മുടെ സെൻട്രൽ റൈസ്, എക്സ് എന്ന് പറഞ്ഞാൽ ഏതാണ്, തൊട്ട് ഏതായിരുന്നു ഡിസ്റ്റൻസ്, 6 മീറ്റർ എന്നായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പോൾ 6, എൽ എന്ന് പറഞ്ഞാൽ ടോട്ടൽ സ്പാന്, പിന്നെയും എക്സ് അപ്ലൈ ചെയ്ത് കൊടുക്കുക, വൈ കിട്ടും. ഇനി നീ ഇവിടെ ഒരു സെക്ഷൻ വരച്ചാൽ നിന്റെ ഹൊറിസോണ്ടൽ ഷിയർ നെറ്റ് ഹെച്ച് എന്ന് പറയുന്നത് എച്ച് എ തന്നെയാണ്, അത് സെയിം വാല്യൂ തന്നെ ഹെച്ച്. നെറ്റ് വി എന്ന് പറയുന്നത് ഈ വി എ മൈനസ് ഈ യു ഡി എല്ലും കൂടെ ചെയ്യണം. വി എ മൈനസ് 30 ഇൻറ്റു 6 അതാണ് നിന്റെ വി എന്ന് പറഞ്ഞാൽ. അപ്പം നിനക്ക് വി അവിടെ നെറ്റ് വിയും കിട്ടി. അപ്പോൾ വി എച്ച് ഒക്കെ ആയി. ഇനി നമ്മുടെ അപ്പം എൻ ഇസ് ഈക്വൽ ടു വി സൈൻ തീറ്റ പ്ലസ് എച്ച് കോസ് തീറ്റ അല്ലേ. ഇനി തീറ്റയും കൂടെ വേണം. നേരത്തെ സർക്കുലറിൻ്റെ കേസിൽ നമുക്ക് ട്രിഗ്നോമെട്രി വെച്ചിട്ട് കണ്ടുപിടിക്കാം. ഇനി നമ്മൾ തീറ്റ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ടാൻ തീറ്റ, ഇവിടെ ഒരു ഫോർമുലയുണ്ട്, ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു ഡി വൈ ബൈ ഡി എക്സ്. ഇത് പാരബോളയുടെ കേസാണ്. അപ്പോൾ വൈൻ്റെ ഇക്വേഷൻ ഉണ്ട്, ഇത് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് ആ ഇക്വേഷനിൽ വേണം തീറ്റ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ. ആ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് തീറ്റ കിട്ടുന്നത്. ഒന്നെങ്കിൽ ഡിഫറൻഷ്യേറ്റ് അപ്പം അവിടെ വെച്ച് ചെയ്യുക. ഈ വൈ ഇസ് ഈക്വൽ ടു 4hxl² ഇൻറ്റു എൽ മൈനസ് എക്സിൻ്റെ അപ്പം ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? 4hL² ഇൻറ്റു എൽ മൈനസ് 2x എന്നാണ് കിട്ടുന്നത്. അല്ലെങ്കിൽ ഇക്വേഷൻ ഇങ്ങനെ പഠിക്കുക. അപ്പോൾ എന്താണ്, നമ്മൾ ഇതിൻ്റെ അകത്ത് ഹെച്ചും എല്ലും എക്സും കൊടുക്കുന്നു, നമുക്കതിൽ നിന്ന് തീറ്റ കിട്ടുന്നു. തീറ്റ കിട്ടിയാൽ എന്ന് നമ്മൾ അപ്ലൈ ചെയ്യുന്നു, ക്യൂവും കിട്ടുന്നു. ഡയറക്റ്റ് ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുന്ന എന്നും ക്യൂവും കിട്ടുന്നു. ഇത് നമുക്ക് ചോദിച്ചിട്ടുണ്ട് പിന്നെ മൊമെൻറ്റ് അബൌട്ട് ആ ഡിയും കൂടെ കണ്ടുപിടിക്കാൻ. മൊമെൻറ്റ് അബൌട്ട് ഡി അപ്പം എന്നാ വരും? വി എ ഇൻറ്റു 6 വരും, എച്ച് ഇൻറ്റു ഈ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് വൈ വരും, പിന്നെ 30 ഇൻറ്റു 6 ടോട്ടൽ ലോഡ്, അതേ ഇൻറ്റു 3. 6ൻ്റെ പകുതിയിലല്ലേ ഇത് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഫ്രം നമ്മുടെ ആ പെർട്ടിക്കുലർ പോയിന്റ് ഡി നോക്കിയാൽ 3. അതാണ് ഇവിടെ ചെയ്തേക്കുന്നത്. വി എ ഇൻറ്റു 6 മൈനസ് എച്ച് ഇൻറ്റു 3 മൈനസ് 30 ഇൻറ്റു 6 ഇൻറ്റു 3. അപ്പോൾ നമുക്ക് ആ സ്ഥലത്തെ മൊമെൻറ്റും കിട്ടും. ഇതാണ് ഒരു പാരബോളിക് ആർക്ക് വന്നുള്ള ബേസിക് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ. നമുക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യനൊക്കെ ചോദിക്കത്തുള്ളൂ. ഇനി
ഇതേ പാരബോള തന്നെ 3 hinged parabola having supports at different levels is shown in the figure. It carries a UDL of intensity 30 kilonewton per meter over the left half portion. Determine the horizontal and vertical reaction. VAയും VBയും H. Also find the moment, normal thrust, radial shear at 15 meter from the left support. ലെഫ്റ്റ് സപ്പോർട്ടിൽ നിന്ന് 15 മീറ്റർ മാറിയിട്ടുള്ള എണ്ണയും ക്യൂ ഒക്കെ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഫിഗർ ഇവിടെ തന്നിട്ടുണ്ട്, സ്പാനൊക്കെ അവർ തന്നു L. ഇനി ഇവർ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് നമ്മൾ ആദ്യം L1 L2 കണ്ടുപിടിക്കണം. H1ഉം H2ഉം ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ടോട്ടൽ ലെങ്ത് L നമുക്കറിയാം. നമുക്ക് അപ്പോൾ L1 L2 പാരബോളയുടെ ഫോർമുല L × √H1 / H1 + √H2 L1 കിട്ടും. അതുപോലെ തന്നെ L2ഉം കണ്ടുപിടിക്കണം. ഇനി അപ്പോൾ നമുക്ക് L1 L2 ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമ്മൾ എന്താണ് HA HB ഒക്കെ കണ്ടുപിടിക്കുക. അപ്പോൾ സിഗ്മ B = 0 ഇട്ടാൽ VA + VB = 30 × ആ ഡിസ്റ്റൻസ് എത്രയാണ് L1. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഫുൾ എന്താണ് ലെഫ്റ്റ് സപ്പോർട്ടിൽ UDL 30 ആണെന്നാണ്. അപ്പം 30 × ആ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ L1 അതാണ് ഇവിടെ ചെയ്യുന്നത്. VA + VB = 30 × L1. അപ്പോൾ അവിടെ നമുക്കൊരു ഇക്വേഷൻ കിട്ടി. ഇനി നമ്മൾ മൊമെന്റ് അബൌട്ട് A = 0 എന്ന് എടുക്കും. അപ്പോൾ എന്താണ് 30 × L1 ടോട്ടൽ ലോഡ് × L1/2 കാരണം എൻ്റെ നടുക്കല്ലേ ഇത് ആക്ട് ചെയ്യുന്നത്. L1/2 × HBയും കൂടെ ഇവിടെ ഉണ്ട്. HB × 2 അല്ലേ. ഈ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 2 ആണ്. കാരണം ഇതുവരെയുള്ള ടോട്ടൽ H1 എന്ന് പറഞ്ഞാൽ 5ഉം ഈ H2 എന്ന് പറഞ്ഞാൽ 3ഉം ആണ്. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് 2 മീറ്റർ ആണ്. ഇവിടെ നമുക്ക് ഈ HB കൺസിഡർ ചെയ്യണം, കാരണം ഇത് ഒരേ ലെവലല്ല. അപ്പോൾ ഒരേ ലൈൻ ഓഫ് ആക്ഷൻ അല്ല ഫോഴ്സ്. അപ്പോൾ നിങ്ങൾ VA എടുക്കുമ്പോൾ 30 × L1 × L1/2ഉം HB × 2ഉം കൂടെ വരും. അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. മൊമെന്റ് മൈക്കിൾസിന് VB × 40ഉം പിന്നെ HBയുടെ സംഭവം എഴുതിയിരിക്കുന്നത്. ഇവിടെ പക്ഷെ നമുക്ക് VB അറിയത്തില്ല, HB അറിയില്ല. അപ്പം നമുക്ക് VBയുടെയും HBയുടെയും ടേംസിൽ ഒരു ഇക്വേഷൻ കിട്ടും. VA + VB നമുക്കൊരു ഇക്വേഷൻ കിട്ടി. നമുക്കിവിടെ 3 അൺനോൺസ് ഉണ്ട്. അതിൻ്റെ അടുത്ത് നമുക്ക് 3 ഇക്വേഷൻ വേണം ഇത് സോൾവ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് 2 ഇക്വേഷൻ, ഇനി ഒരു ഇക്വേഷനും കൂടെ വേണം. മൂന്നാമത്തെ ഇക്വേഷൻ എന്താ? മൊമെന്റ് അബൌട്ട് VC = 0. മൊമെന്റ് അബൌട്ട് VC നമ്മൾ 0 ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആ VCയുടെ റൈറ്റ് ഹാൻഡ് സൈഡ് കൺസിഡർ ചെയ്യാം. അപ്പോൾ VB × L2ഉം HB × 3ഉം വരും അവിടെ വരുന്നത്. മൊമെന്റ് അബൌട്ട് സിയിൽ VB × L2 എന്ന് പറഞ്ഞാൽ 17.76. L1 L2 നമുക്കറിയാം, അത് കണ്ടുപിടിച്ചു. പ്ലസ് HB × 3 = 0 എന്നിട്ടു. അപ്പോൾ HB = തന്നെ HBയും VBക്കും ഒരു ഇക്വേഷനും കൂടെ കിട്ടി. അപ്പം HBയുടെയും VBയുടെയും നമുക്ക് 2 ഇക്വേഷൻ കിട്ടി. അപ്പം HBയും VBയും നമുക്ക് അതിന് സോൾവ് ചെയ്യാം. HBയും VBയും സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ VA + VBയുടെ VBൻ്റെ അവിടെ ഇട്ട് കൊടുത്താൽ നമുക്ക് VA കിട്ടും. അങ്ങനെ 3 ഇക്വേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് 3 അൺനോൺസും നമ്മൾ സോൾവ് ചെയ്തു. ഇനി 2 ആണ് L'. L' എന്ന് പറഞ്ഞാൽ എഫക്റ്റീവ് സ്പാൻ ആണ്. എന്നാൽ നമ്മുടെ L അല്ലാതെ ടോട്ടൽ എഫക്റ്റീവ് സ്പാൻ, അങ്ങനെ ക്വസ്റ്റ്യനിൽ എഫക്റ്റീവ് സ്പാൻ തന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ L' കണ്ടുപിടിക്കുക. ആ L' ആണ് നമ്മൾ Yൻ്റെ ഇക്വേഷനിൽ ടോട്ടൽ L ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മളിവിടെ ടോട്ടൽ L എന്ന് പറയുന്നത് L' ഇതിൽ നിന്നാണ് എടുക്കുന്നത്. അപ്പോൾ Y = 4hx/L² × L - x. H റൈസ്, X എന്ന് പറയുന്നത് നമ്മുടെ ഏതാണോ പോയിന്റ്. നമുക്കിവിടെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞത്? അറ്റ് 15 മീറ്റർ ഫ്രം ദ ലെഫ്റ്റ് സപ്പോർട്ട്. അപ്പോൾ നമ്മുടെ X എന്ന് പറയുന്നത് 15 മീറ്റർ ആണ്. ആ X 15 മീറ്റർ നമ്മൾ അപ്ലൈ ചെയ്തു. പിന്നെ H1 റൈസ് L. ഇനി ഈ L എന്ന് പറയുന്നത് L' എഫക്റ്റീവ് ലെങ്ത് ആണ്. അത് 2 times L1 ആണ്. അപ്പോൾ ആ L നമ്മൾ അപ്ലൈ ചെയ്യുന്നു. ഇത് ശ്രദ്ധിച്ചോണം, ഡിഫറെൻറ്റ് ലെവൽ വരുമ്പോഴാണ് കേട്ടോ നമ്മളിങ്ങനെ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് Y കിട്ടിക്കഴിഞ്ഞാൽ tan θ കണ്ടുപിടിക്കണം. θ കണ്ടുപിടിക്കാനാണ് നമ്മൾ Y ഒക്കെ കണ്ടുപിടിച്ചത്. അല്ല, Y കണ്ടുപിടിച്ചത് അവിടെ ആ പെർട്ടിക്കുലർ പ്ലേസിൽ മൊമെന്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ tan θ എന്ന് പറഞ്ഞാൽ dy/dx. അതിൽ നമുക്ക് θ കിട്ടി. θ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്താ? പിന്നെ എല്ലാം സെയിം തന്നെയാണ്. നമ്മുടെ ആ 15 മീറ്റർ കഴിഞ്ഞ പോയിന്റിൽ എഫക്റ്റീവ് H എന്ന് പറഞ്ഞാൽ എന്തോന്നാണ്? ഈ HA ആണ് അല്ലേ? HA മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ HA മാത്രം എടുത്താൽ മതി.
എഫക്റ്റീവ് ഷിയർ വി, കാരണം വേറെ ഹൊറിസോണ്ടൽ ഫോഴ്സ് ഒന്നും നമ്മുടെ ആ സെക്ഷൻ വരച്ചു കഴിഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലില്ലല്ലോ, പക്ഷെ വെർട്ടിക്കലുണ്ട്. അപ്പൊ വി എന്ന് പറയുന്നത് വി എ മൈനസ് ഈ ടോട്ടൽ ലോഡ് 30 × 15 ചെയ്യാം. അപ്പൊ നമുക്ക് വി കിട്ടും. അപ്പൊ നമ്മൾ വി കണ്ടുപിടിച്ചു. അത് കഴിഞ്ഞിട്ട് n is equal to v sin theta plus h cos theta ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം. q is equal to v cos theta minus h sin theta. പിന്നെ അടുത്തതിന് ശേഷം അവിടുത്തെ മൊമെന്റ് കണ്ടുപിടിക്കാം. എം ഡിയിലെ മൊമെന്റ് എന്താ? വി എ × 15 പിന്നെ h × ഈ ടോട്ടൽ ഡിസ്റ്റൻസ്. ഈ ടോട്ടൽ ഡിസ്റ്റൻസ് ആണ് y എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയത്. ഇവിടെ എത്ര? 4.44 മീറ്റർ ഇൻറ്റു 30 × 15 × 15/2. അപ്പോൾ നമുക്ക് ആ ടോട്ടൽ എം ഡിയും അവിടെ ആയി. അപ്പോൾ NQM ക്വസ്റ്റ്യൻ തീർന്നു. ഇനി നമുക്ക് നോക്കാനുള്ളത് എന്താണ്? പാരബോളിക് ആർക്ക് അല്ലെങ്കിൽ വരുമ്പം നമ്മൾ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം എങ്ങനെ വരയ്ക്കുമെന്ന് നോക്കണം. അതാണ് നെക്സ്റ്റ്.